നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ടുള്ള വളർച്ചയിൽ ദൈവത്തോടു കൂടി നാം ആയിരിക്കുമ്പോൾ തീർച്ചയായും ആത്മീയ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പല ചിന്തകളും പ്രലോഭനങ്ങളും ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിമിഷങ്ങളും കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിലെ അഹന്ത, ഇങ്ങനെയെല്ലാം പ്രലോഭനങ്ങൾ ആത്മീയ മനുഷ്യരെ പിടികൂടുക തന്നെ ചെയ്യും. എന്നാൽ പാപം ചെയ്ത് പാപത്തിന് വിധേയരായതിനു ശേഷം ദൈവത്തിൽ നിന്ന് അകന്നുപോയില്ലേ എന്നുള്ള ഒരു കുറ്റബോധം ആത്മീയ മനുഷ്യരായി നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യത്തിലും 3-ാം അധ്യായം 5-ാം വാക്യത്തിലും വീണ്ടും ജനിക്കണം എന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനോ ദൈവരാജ്യം കാണുവാനോ അസാധ്യമാണ്. ഒരു പാപിയുടെ മാനസാന്തരത്തിൽ സ്വർഗം സന്തോഷിക്കുന്നു. വലിയ സന്തോഷമാണ് സ്വർഗത്തിൽ ഒരു പാപിയുടെ മാനസാന്തരത്തിൽ അവിടെ പ്രകടമാകുന്നത്. സന്തോഷം അലയടിക്കുന്നത് സ്വർഗത്തിൽ ദൈവം തൻ്റെ മാലാഖമാരാൽ നമുക്ക് വേണ്ടി ആഹ്വാനം ചെയ്ത് നമ്മുടെ രക്ഷയിലേക്ക് നയിക്കുവാനുള്ള വലിയ ഒരു സൗഭാഗ്യം ദൈവപുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് തന്നിട്ടുള്ള വലിയ സുവിശേഷത്തിൻ്റെ സദ്വാർത്ത നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ആലേഖനം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനാൽ വീണുപോയ പാപങ്ങളെ ഓർത്തുകൊണ്ട് അതിൽ പെട്ടുകൊണ്ട് മനസ്സിന് നവീകരണത്തിലേക്ക് കടന്നു വരാൻ സാധ്യം അല്ലാത്ത നിരാശയുടെ പടുകുഴികളിലേക്ക് പോകുന്നതിനേക്കാൾ വീണ്ടും ജനിക്കുവാൻ നാം ഓരോരുത്തരും പ്രാപ്തരാകേണ്ടിയിരിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം അധ്യായം 2 വാക്യം 5 ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: അതിനാൽ നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക, അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. ഏത് അവസ്ഥയിലാണ് പാപത്തിന് വിധേയരായത്, പാപപ്രലോഭനത്തിന് വിധേയപ്പെട്ടുപോയത് എന്ന് ചിന്തിക്കുക. ആ അവസ്ഥയിൽ നിന്ന് വീണ്ടും ജനിച്ചുകൊണ്ട് ആ പാപത്തെക്കുറിച്ച് അനുതപിച്ച് തിരിച്ച് ദൈവത്തിലേക്ക് വരുവാനുള്ള ആഹ്വാനമാണ് നമ്മളോട് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിക്കുന്നത്. ആകയാൽ പാപം ചെയ്തു എന്നതിനേക്കാൾ പാപത്തിൽ നിന്ന് ഓരോ പ്രഭാതവും ദൈവത്തിന് പുതിയതാണ്. ആ ഓരോ പ്രഭാതത്തിലും ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ വീണ്ടും ജനിച്ചുകൊണ്ട് അനുതപിച്ചുകൊണ്ട് ഏത് അവസ്ഥയിൽ നീ ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവോ ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് അനുതപിച്ച് ദൈവത്തിലേക്ക് വീണ്ടും ജനിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരും ശക്തിപ്പെടുത്തുന്ന വലിയ ദൈവാനുഭവത്തിലൂടെ നാം ഓരോരുത്തരും വളരേണ്ടി തന്നെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.